കൂട്ടുകാരി. എല്ലാ പ്രിയപ്പെട്ടവർക്കും കൂട്ടുകാരിയിലേക്ക് സ്വാഗതം. ഇന്ന് കൂട്ടുകാരിയിൽ നമ്മളോടൊപ്പമുള്ളത് വാക്കുകളെ കവിതകളാക്കിയും അതുപോലെ കൽപ്പനകളെ ചിത്രങ്ങളാക്കിയും മാറ്റിയ ഒരു പ്രതിഭയാണ് മിനി മനോജ് മാഡമാണ് ഇന്ന് നമ്മുടെ പരിപാടിയിൽ. നമസ്കാരം മാഡം. വളരെ സന്തോഷം. വസ്ത്രങ്ങളിൽ പെയിന്റ് ചെയ്യും, വാൾ പെയിന്റിങ് ചെയ്യും, പഴം പച്ചക്കറി ഇതിലെല്ലാം കർവിങ് ചെയ്യും. അപ്പോൾ ഈ ഡിസൈനിങ് ഒക്കെ രക്തത്തിൽ അലിഞ്ഞ് ചേർന്ന ഒരു കാര്യമാണോ? നേരത്തെ അതിനെ കുറിച്ചൊന്ന് പറയാം. ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഏട്ടൻ നന്നായിട്ട് വരയ്ക്കും. അപ്പം ആ ഒരു വരയും ചിത്രരചനയും എല്ലാം ചെറുതാകുമ്പോഴേ കണ്ട് വളരാറുണ്ട്. പക്ഷെ അന്നൊന്നും ഞാനത്ര വരയ്ക്കാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഡിഗ്രി എല്ലാം എത്തി അതിനുശേഷം ഇവിടെ കോളേജ് ഡേക്ക് നമുക്ക് ഡ്രസ് ഡിസൈൻ ചെയ്യാൻ നോക്കിയ സമയത്ത് എല്ലാവരും തിരക്കാണ്. അപ്പം നമ്മൾ തിരുവാതിരക്കളിയാണ് കാര്യമായിട്ട് എടുക്കാറ്. അപ്പം അതിനൊരു ബ്ലൗസ് നിർബന്ധമാണ്. അപ്പം നമ്മൾക്ക് അധിക ടൈലർമാരുടെ അടുത്തും പോയി കേട്ടോ. പക്ഷെ എല്ലാവരും തിരക്ക്. എനിക്കാണെങ്കിൽ ക്ലോസ് ഡേറ്റിലാണ് വരും ചെയ്തത്. എന്തുകൊണ്ട് നോക്കിക്കൂടാ വിചാരിച്ച് ഞാൻ വേഗം മമ്മിയുടെ ബ്ലൗസ് എടുത്ത് നിവർത്തി വെച്ചു. അതേപോലെ നോക്കി കട്ട് ചെയ്തു. വീട്ടിൽ മെഷീൻ ഉണ്ടായിരുന്നു, ഭാഗ്യത്തിന് അവിടെ ഉള്ളതുകൊണ്ട് അപ്പം തന്നെ അങ്ങോട്ട് ചെയ്തു. പിന്നെ ഒരു ടൈലർ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പെർഫെക്ഷൻ ചിലപ്പോൾ ആ സമയത്ത് കുറവായിരിക്കാം. പക്ഷെ ഞാൻ ആ ബ്ലൗസ് ഇട്ട് ആത്മവിശ്വാസത്തോടെ ആ തിരുവാതിരക്കളി കളിച്ചു. ഞങ്ങളുടെ ഗ്രൂപ്പിന് ഫസ്റ്റ് പ്രൈസും കിട്ടിയ. എൻ്റെ കോസ്റ്റ്യൂം കൊണ്ട് മാർക്ക് പോയിട്ടൊന്നുമില്ല എന്തായാലും. അതൊരു നമുക്ക് ആത്മവിശ്വാസവും ധൈര്യവും പിന്നെ എന്തിലേക്കും ഇറങ്ങാൻ നമുക്ക് കഴിയും എന്നുള്ളൊരു പ്രചോദനമായി. അതാണ് എൻ്റെ ഏറ്റവും വലിയ തുടക്കം. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നത്? ഈ ഡ്രസ് ഡിസൈനിങ്ങിലാണ് കാര്യമായിട്ട് തുടങ്ങിയത്. പിന്നെ ചെറുതായിട്ടെല്ലാം വരച്ചു വെക്കും. അത് ബുക്കിൽ മാത്രം വരച്ചു വെക്കുന്ന രീതിയിൽ, അല്ല പുറത്തേക്കൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അന്നൊക്കെ പിന്നെ ഡിഗ്രി കഴിഞ്ഞാൽ കല്യാണം എന്നുള്ളൊരു നിർബന്ധമായ ജോബൊന്നും അന്ന് നിർബന്ധമല്ല. എനിക്ക് മോളുണ്ടായ സമയത്താണ് പിന്നെ എനിക്ക് സുഖമായി. അവൾക്ക് പരീക്ഷിക്കാലോ. അവൾ കുഞ്ഞുടുപ്പുകൾ ചെയ്യുന്നു. അത് കാണുന്ന സമയത്ത് കസിൻസിന്റെ ആയാലും ആർക്കായാലും ഇഷ്ടാവുന്നു. മോള് വലുതാവുന്നതിനനുസരിച്ച് എൻ്റെ സ്റ്റിച്ചിങ് എബിലിറ്റിയും അങ്ങനെ ഡെവലപ്പ്. തീർച്ചയായിട്ടും പിന്നെ എവിടെയും പോയി പഠിച്ചതല്ല. എനിക്ക് ഇതിനോട് താല്പര്യമുള്ളത് കൊണ്ട് ഓരോ ഡ്രസ്സ് കാണുന്ന സമയത്തും എൻ്റെ ശ്രദ്ധ അതിലേക്കാണ് വരുന്നത്. ഞാൻ അതങ്ങനെ തന്നെ കോപ്പി ചെയ്യാൻ എനിക്ക് ദൈവാനുഗ്രഹമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഹാൻഡ് വർക്ക് ഇതുപോലെ തന്നെയാണ്. അതിൽ ഡ്രസ്സിലും തന്നെയാണ് കേട്ടോ വരുന്നത്. ഡ്രസ് ഡിസൈനിങ് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കച്ച് വർക്ക് എന്ന് പറഞ്ഞൊരു വർക്കുണ്ട് ഹാൻഡ് എംബ്രോയിഡറിയിൽ. അത് വളരെ ഡിഫിക്കൽട്ടാണ്. അത് പറഞ്ഞാൽ ഒരു മടഞ്ഞുള്ള വർക്കാണത്. അപ്പോൾ അത് എൻ്റെ വീടിനടുത്തുള്ള ഒരു ചേച്ചിയുടെ സാരിയിൽ കണ്ട സമയത്ത് എനിക്കത് ചെയ്യണം തന്നെ. പക്ഷെ ഞാൻ പോയി പഠിക്കാത്തത് കൊണ്ട് അതെങ്ങനെ തുടങ്ങണം എന്നറിയുന്നില്ല. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് പോയി ആ സാരി വാങ്ങി അതിൻ്റെ ആ സ്റ്റിച്ചിങ് സ്റ്റാർട്ടിങ് മുതൽ ഞാൻ നീഡിൽ കൊണ്ട് അങ്ങോട്ട് നീക്കി നോക്കി അതിൻ്റെ ആ മടയുന്നത്, അത് കച്ച് വർക്കിനെ പറ്റി അറിയുന്നവർക്ക് അറിയാം മടയുന്ന കാര്യം എന്നുള്ളത്. അത് സ്റ്റാർട്ടിങ് ടു എൻഡ് ഞാൻ അത് ആ നീഡിൽ കൊണ്ട് അതിൻ്റെ പിന്നാലെ പോയി നോക്കിയിട്ട് ഞാൻ അതേപോലെ തന്നെ വിതിൻ 1 മന്ത് ഒരു സാരി ഞാൻ ഫുൾ കച്ച് വർക്കിൽ ചെയ്തു. അതും ഒരു എൻ്റെ തുടക്കം മോള് ചെറുതാകുമ്പോൾ തന്നെയാണ്. അവളെ ചെറിയ കുട്ടി ആയിരിക്കുമ്പോൾ തന്നെ അവളെ കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഇതും ചെയ്തു. അപ്പോൾ എല്ലാവരും ഭാഗത്ത് എനിക്ക് അപ്രീസിയേഷൻ നന്നായിട്ട് വാക്കുകൾ കൊണ്ടുള്ളത് കിട്ടിയത് അത് വലിയൊരു പ്രചോദനം. പിന്നെ പെയിൻറ്റിങ് വരുന്നത് പോലെ തന്നെ ഡ്രസ്സിൽ ചെയ്തു നോക്കാൻ വിചാരിച്ചു. അതിലങ്ങനെ തന്നെ തുടങ്ങിയതാണ്. എനിക്കൊന്ന് ഇന്നിപ്പം വളരെ സർവ്വസാധാരണമാണ് പെയിന്റിങ്. പക്ഷെ ആ കാലത്ത് എനിക്ക് തോന്നുന്നു റയറാണ്. അത് മാത്രമല്ല, നമ്മളൊരാൾക്ക് ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വിചാരിക്കും അവർക്കൊരു യുണീക്ക് ഗിഫ്റ്റ് എന്നുള്ള നിലയിൽ ഇങ്ങനെ പെയിന്റിങ് ചെയ്യിപ്പിച്ചു കൊണ്ടുപോയി കൊടുക്കും. തീർച്ചയായിട്ടും അത് എൻ്റെ അടുത്ത് കാണുന്ന സമയത്ത് അവരതിനെപ്പറ്റി ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും അത് അവർക്ക് ഇഷ്ടമായിട്ടാണെന്നുള്ളതെന്ന്. പിന്നെ അതിൻ്റെ ഒരു ഫംഗ്ഷൻ വരുന്ന സമയത്ത് ഞാനും നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ചെറിയതാണെങ്കിലും ഒരു ഗിഫ്റ്റായിട്ട് ഞാൻ തന്നെ ഗിഫ്റ്റ് ചെയ്യാറുണ്ട്. പെയിന്റിങ്സ് മെയിൻലി സാരി അല്ലെങ്കിൽ ഡ്രസ്സിൽ ചെയ്യുമ്പോൾ എങ്ങനെയുള്ള പെയിന്റിങ്സ് ആണ് ചെയ്യുന്നത്? പൂക്കളാണ് കൂടുതൽ ഇഷ്ടം. ഇത്രയൊക്കെ മൈന്യൂട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും മ്യൂറലിലേക്ക് കടന്നിട്ടില്ല. പിന്നെ ഈയിടെയായിട്ട് ഒരു 2 വർഷം മുമ്പേ ഞാൻ കോഴിക്കോട്ടുകാരിയാണ്. കോഴിക്കോടിന്റെ മോണുമെന്റ്സ് കോഴിക്കോടിൽ കുറച്ച് അതെല്ലാം ഒരു സാരിയുടെ പല്ലുവിൽ പെയിന്റ് ചെയ്തു. ഷാർജയിൽ ഇരിക്കുന്ന സമയത്ത് പെയിന്റ് എങ്ങനെയാണ്? ഫാബ്രിക് പെയിന്റ്. എല്ലാവരും സംശയിക്കുന്ന ഈ പെയിന്റ് ഇളകി പോവുക അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഇങ്ങനെ തീർച്ചയായിട്ടും ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും അത് കാരണം അവർക്കും ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ട് നമ്മൾ അത് ഇളകി പോകുന്നൊന്നുമില്ല. പിന്നെ പ്രസ് ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചേച്ചാൽ മതി. പെയിന്റ് ചെയ്തതിന്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ഒരു പേപ്പർ അല്ലെങ്കിൽ മറ്റൊരു തുണി വെച്ചിട്ട് എത്ര ചൂടായാലും പ്രസ് ചെയ്താലും ഒരു കുഴപ്പവും വരില്ല കേട്ടോ. പെയിന്റിങ് അതുപോലെ തന്നെ ഈ സാരിയുടെ ഡിസൈനിങ് ഇതെല്ലാം നടക്കുന്നതിനിടയിൽ എഴുത്ത് തുടങ്ങിയത് ഇപ്പം മുതലാണെന്ന് ഓർമ്മയുണ്ടോ? 15-20 വർഷം മുമ്പ് തന്നെ കുറിച്ച് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ മുന്നിൽ കാണുന്നതാവാം, അല്ലെങ്കിൽ ജീവിതാനുഭവങ്ങളുടെ ചില സമയങ്ങളിൽ അത് നമുക്ക് സന്തോഷം വരുമ്പോഴായാലും ചില സമയത്ത് ഏകാന്തത വരുന്നതാവും, ചിലപ്പം വിഷമം വരുന്നതാവും, എന്തും ആവാം. നമുക്കത് അതിനെ ഡിപ്പെൻസ് വരികൾ വരുന്നു എന്ന് വേണമെങ്കിൽ പറയും ചെയ്യാം. ഡയറിയിൽ അല്ലെങ്കിൽ എൻ്റെ താളുകൾക്കിടയ്ക്ക് മാത്രം വെച്ചതായിരുന്നു. ഇപ്പൊ പുറത്തേക്ക് വന്നതെന്ന് പറഞ്ഞാൽ മെയിൻലി ഒരു 5 വർഷമായതേ ഉള്ളൂ. പുറത്തു കൊണ്ടുവരാൻ ആരാണ് ഒരു മോട്ടിവേഷൻ ആയത്? ഒരു സെൽഫ് മോട്ടിവേഷൻ ആണെന്ന് എനിക്ക് ഫസ്റ്റ് തന്നെ പറയാം. പിന്നെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ. കാരണം നമ്മൾ ഒരാളെ കാത്തു നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും വരട്ടെ എന്ന് കാത്തിരുന്നാൽ നമ്മൾ അവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ.
നമ്മൾ പ്രചോദനമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വഴി വെട്ടുവാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ബുദ്ധിമുട്ടേണ്ടി വരും. അതെ. ആ വഴി വെട്ടുന്ന സമയത്ത് അവിടെ ദുർഘടങ്ങൾ പലതും ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മളെ പിന്നിൽ വരുന്നവർക്ക് അത് വഴി എളുപ്പമാവല്ലോ എന്നുള്ള ഒരു വലിയൊരു ചിന്തയായിട്ടാണ് ഞാൻ തന്നെ ഇറങ്ങിയത്. ഞാൻ ഇറങ്ങിയ സമയത്ത് എൻ്റെ കൂടെ എല്ലാവരും, അതായത് ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവരും തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് വന്നു. പിന്നെ മമ്മി ഇതിനെപ്പറ്റി അറിഞ്ഞത് എൻ്റെ ഈ പുസ്തകം റിലീസ് ചെയ്തപ്പോൾ മാത്രമാണ് സത്യത്തിൽ അറിയുന്നത്. അപ്പോൾ മമ്മിയുടെ കൂടെ ഇരിക്കുമ്പോൾ തന്നെയൊക്കെ കുത്തിക്കുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും അറിഞ്ഞിട്ടില്ല. മമ്മി ബുക്ക് റിലീസിങ്ങിന് ഞാൻ ഷാർജയ്ക്ക് മമ്മീനെ കൂട്ടി പോയപ്പോഴാണ് മമ്മി ഇങ്ങനൊരു ബുക്ക് ഞാൻ ചെയ്യുന്നു, എഴുതുന്നു എന്ന് സത്യത്തിൽ അറിയുന്നത്. അത് മമ്മിക്കും സന്തോഷമായി. ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിൽ 5 വർഷമായിട്ട് സ്ഥിരമായിട്ട് പോകുന്നുണ്ട്. അവിടെ പല രാജ്യങ്ങളിൽ നിന്ന്, പല ഭാഷകളിൽ നിന്നെല്ലാം വരുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ പുസ്തകങ്ങളുമായിട്ടും അവിടെ വരുന്ന എഴുത്തിനെ സ്നേഹിക്കുന്നവരുമായിട്ടൊക്കെ നമുക്ക് ചേർന്ന് നമ്മുടെ മനസ്സിന് തന്നെ ഒരു ആത്മവിശ്വാസം അതെല്ലാം വർദ്ധിക്കുന്ന ഒരു സ്ഥലമായി മാറി. ഫസ്റ്റ് പോയ സമയത്ത് തന്നെ ഞാൻ എഴുതി കുറിച്ച് വെച്ചതെല്ലാം ഇങ്ങനെ ഒരു അവസരം എനിക്കുണ്ടെങ്കിൽ അത് പുറത്തേക്ക് കൊണ്ടുവരാലോ എന്ന്. പിന്നെ അവിടെ ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിൻ്റെ അമരക്കാരനായ മോഹനേട്ടനും അവരുടെ വൈഫ് ഗീത ചേച്ചി, അതെനിക്ക് നല്ല രീതിയിൽ എനിക്ക് ഒരു ആത്മവിശ്വാസം കൂടാനും. സമ്മിലൂനി എന്ന് പറഞ്ഞൊരു കവിതാ സമാഹാരം എൻ്റെ മമ്മി തന്നെ അവിടെ ഷാർജ ബുക്ക് ഫെസ്റ്റിവലിൽ റിലീസ് ചെയ്തു. സെമിലൂനി എന്ന വാക്കിൻ്റെ അർത്ഥം കൂടി ഞാൻ വിശദീകരിച്ചു. പിന്നെ അതൊരു അറബിക് വേർഡാണ്. സെമിലൂനി എന്ന് പറഞ്ഞാൽ സ്നേഹപ്പുതപ്പ് എന്ന് വേണേൽ നമുക്ക് ഓവറോൾ പറയാം. അത് മുഹമ്മദ് നബിക്ക് അരുളപ്പാടുണ്ടായ സമയത്ത് വിറയിലെല്ലാം വന്ന സമയത്ത് ഖദീജയോട് പറഞ്ഞൊരു വാക്കാണ് സെമിലൂനി എന്നുള്ള. സ്നേഹം ഉള്ളിലുണ്ടായിരിക്കാം, പക്ഷെ അത് പുറത്തേക്ക് പ്രകടിപ്പിക്കാതെ ഉള്ളിലുണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ തന്നെ കുടുംബത്തിൻ്റെ കാര്യമായാലും നമ്മളിപ്പം ഒരു ഫാമിലി അച്ഛനും അമ്മയും മക്കളായാലും സ്നേഹം പ്രകടിപ്പിക്കില്ല. അപ്പോൾ ആ കുടുംബത്തിൽ മക്കൾക്കായാലും ഇനി ഈവൻ ഭർത്താവ് ഭാര്യയോട്, ഭാര്യ ഭർത്താവിനോടൊക്കെ തന്നെ അത് എക്സ്പ്രസ് ചെയ്തെങ്കിൽ തന്നെ അതിൻ്റെ ആ ശരിക്കുള്ളൊരു രൂപം നമുക്കത് ഫീൽ ആവുള്ളൂ. അപ്പം എൻ്റെ കവിതകളിലൂടെയും ഞാനത് തന്നെ പറയുന്നു, സ്നേഹം ഇറ്റ് വീഴാതിരിക്കുന്ന തുള്ളിയാവരുത്, ഇറ്റ് വീണ് തട്ടിത്തെറിക്കുന്നിടെല്ലാം കുളിർമയേകുന്ന ജലഗണികളാവണമെന്നാണ് സ്നേഹത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. അപ്പോൾ നമ്മളിത് കേൾക്കുന്നവരായാലും സ്നേഹം ഉള്ളിൽ വെച്ചിട്ട് കാര്യമില്ല. ഡെപ്പോസിറ്റ് എങ്ങാണ്ട് ഉള്ളിൽ വെച്ചാണ് അവിടെ വെച്ചോളത്, ആർക്കെങ്കിലും ഉപയോഗം. സ്നേഹം ജീവിക്കുന്ന സമയത്ത് തന്നെ നമുക്കത് എല്ലാവരിലേക്കും എക്സ്പ്രസ് ചെയ്ത് അത് നമ്മുടെ മുഖത്തൊരു സന്തോഷം കണ്ടാൽ കാണുന്നവർക്ക് സന്തോഷമാണ്. അത് തിരിച്ച് നമുക്ക് മിറർ ഇമേജ് മാതിരി തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ സ്നേഹം എക്സ്പ്രസ് ചെയ്യുക. ഒരു ഏജ് കഴിഞ്ഞ് കുട്ടികൾ വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെ അച്ഛനും അമ്മയ്ക്കും കെട്ടിപ്പിടിക്കാൻ മടിയാണ്. അത് അയ്യോ അവൻ വളർന്നില്ലേ, അല്ലെ അവൾ വളർന്നില്ലേ എന്നുള്ളത് ഒരിക്കലും ചെയ്ത് നമ്മുടെ ഒരു തടവിക്കൊണ്ടല്ല ഒരു ഹഗ് ചെയ്യുന്ന ആ ഒരു സ്നേഹത്തിൽ നിന്ന് വരുന്ന ഒരു ഊർജം. ഇപ്പോൾ നമ്മൾ സയൻറ്റിഫിക്കലി പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് അതെല്ലാം പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു കോമൺ ആയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു നിത്യ ജീവിതത്തിലൊരു ഭാഗമായിട്ട് ആ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളൊന്ന് പോയിട്ട്, ഇനി എത്ര വലുതായിക്കോട്ടെ, കുഞ്ഞ് 4 വയസ്സ് വേണ്ടത് 30 വയസ്സായാലും ഒരു ഉമ്മ കൊടുത്ത് അല്ലെങ്കിൽ ഒന്ന് തലോടി അവർക്ക് ആ ദിവസത്ത് വരുന്ന ഒരു ഉഷാറ് അത് പ്രത്യേക തരം തന്നെയായിരിക്കും. എൻ്റെ ഒരു കവിത അതിലുണ്ട്, മടിത്തട്ട് എന്ന് പറഞ്ഞിട്ടൊരു കവിതയുണ്ട്. അപ്പോൾ നമ്മൾ ആരായാലും ഒരു മടിത്തട്ട് കൊതിക്കും. അമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്കൊരാശ്വാസത്തിന് അമ്മയുടെ മടിത്തട്ട് പോയി കിടക്കാം. അതേപോലെ ഈ അമ്മമാരും കൊതിക്കുന്നുണ്ടാവും ഒരു മടിത്തട്ടിനായിട്ട്. പക്ഷേ ഈ അമ്മമാർ പാവം ആരോടും പറയാതെ ഉള്ളിൽ ഒതുക്കുന്നത് കൊണ്ട് ആരും മനസ്സിലാക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, ചില ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഓട്ടം, തിരക്ക്, ബിസിനസ്, ജോലി, അമ്മ അവിടെ കാത്തിരിക്കുകയായിരിക്കും. പാവം അമ്മ ഒന്ന് ചായ കുടിച്ചോ വെള്ളം കുടിച്ചോ എന്ന് ചോദിക്കാൻ മക്കള് കരുതി കൂട്ടിയിട്ടായിരിക്കില്ല, അവരുടെ ജീവിത ചുറ്റുപാടിലെ ഓട്ടത്തിലായിരിക്കും. പക്ഷെ ആ അമ്മയ്ക്കൊരു ആശ്വാസത്തിന് ഒന്നവിടെ ഇരുന്ന് കൊടുത്ത് ഒന്ന് ആശ്വസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരിൽ വരുന്നൊരു വ്യത്യാസം അതൊക്കെ നമുക്ക് പ്രത്യേകം അത് ശ്രദ്ധിച്ചിട്ട് നമ്മുടെ വരുന്ന തലമുറയായാലും ഇപ്പോഴുള്ള തലമുറയായാലും കുടുംബത്തിന് കൂടുതലൊരു പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ നമുക്കത് കൊണ്ടുപോകണം. ഈ കവിത എഴുതുന്നത് മാത്രമല്ല പാട്ടും എഴുതാറുണ്ട്. അതെ അതെ. അപ്പൊ പാട്ടുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ ഒന്ന് പറയാം. ചിത്ര ചേച്ചി കോഴിക്കോട് വെച്ച് കാണാനിടയായ സമയത്ത് ചിത്ര ചേച്ചിയും കൈതപ്രം സാറും ഒരുമിച്ചൊരു വേദിയിലുണ്ടായിരുന്നു. അപ്പോൾ ചിത്ര ചേച്ചിയുടെ അടുത്ത് ഞാൻ പോയിട്ട് നമസ്കരിച്ച സമയത്ത് ചിത്ര ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞത്, തോൾ തട്ടി പറഞ്ഞു, നിങ്ങളൊക്കെ എഴുത്തുകാരല്ലേ, ആദ്യം കൈതപ്രം സാറിനെ വണങ്ങിക്കോളൂ. അത് സ്നേഹത്തോടുകൂടി ചിരിച്ചുകൊണ്ട് ഷോൾഡർ തട്ടി പറയുമ്പോൾ എനിക്കത് വലിയൊരു അംഗീകാരം. ഞാനതേപോലെ തന്നെ കൈതപ്രം സാറിൻ്റെ അടുത്ത് പോയി നമസ്കരിച്ചു, ചിത്ര ചേച്ചിയുടെ അടുത്തും പോയി. രണ്ടുപേരെടുത്തുനിന്നും ഒരു അനുഗ്രഹം, അത് എനിക്ക് ആ ഒരു സ്നേഹം അനുഗ്രഹം ഇന്നും ഈ ഒഴുക്കിന് നല്ലൊരു അനുഭവമായിട്ട് നീങ്ങുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ എഴുത്തിന്റെ കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇതല്ലാതെ പഴം പച്ചക്കറിയിലൊക്കെ നന്നായിട്ട് കെയർ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ്. അതിലേക്ക് എങ്ങനെയാണ് വന്നത്? വർഷങ്ങൾക്ക് മുമ്പ് ഒരു കല്യാണത്തിന് പോയ സമയത്ത് കാവ്യ ഇത് നല്ല ഭംഗിയിൽ വെച്ചിരിക്കുന്നു. ഞാൻ ഫുഡ് കഴിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഇവിടെ പോയി നോക്കി നിൽക്കുക ചെയ്യുന്നത്. അതിൽ തന്നെ തുടങ്ങിയതാണ് എൻ്റെ ആ ഒരു കാവിങ്ങിലേക്കുള്ള യാത്ര എന്ന് പറയാം. പിന്നെ എൻ്റെ മാമൻ കാറ്ററിംഗ് സർവീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ മാമൻ്റെ അടുത്ത് ഞാനെല്ലാം ചോദിക്കും, ഇങ്ങനെ എന്തെല്ലാണ് എങ്ങനെ. അപ്പം മാമൻ പറയും, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നീ ചെയ്തോളൂ. അങ്ങനെ മാമനും എനിക്ക് സപ്പോർട്ട് ചെയ്തു. പിന്നെ ഞാൻ നമ്മുടെ വീട്ടിൽ എന്ത് ഗെറ്റ് ടുഗദർ ഉണ്ടെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ആയാലും
ഞാൻ ഈവൻ ഒരു ആപ്പിൾ അല്ലെങ്കിൽ ഒരു വാട്ടർമെലൺ ചെയ്തിട്ട് കൊണ്ട് അവരുടെ മനസ്സിൽ സന്തോഷം. കാരണം ഇങ്ങനത്തെ ഒരു കോമൺ അല്ലല്ലോ. അപ്പം അവരുടെ ആ ടേബിൾ അത് കാണുന്ന സമയത്ത് വലിയ സന്തോഷമായി മാറി. അങ്ങനെ അത് എനിക്കതിന് വലിയൊരു പ്രചോദനം. എൻ്റെ ഫ്രണ്ട്സും ഫാമിലി ഇങ്ങനെയുള്ള ഒരു സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ എല്ലാവരും തമാശ രൂപേണ പറയും, ഓ പാവം മക്കളുടെ ഒരു കഷ്ടകാലം, ഒരു ഫ്രൂട്ട് കിട്ടിയിട്ട് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതും എനിക്ക് അംഗീകാരമായിട്ട് ഞാൻ കാണുന്നത്. ആദ്യമൊക്കെ ചെയ്യുന്നത് ഏത് പഴങ്ങൾ ഏതാണ് ഉപയോഗിച്ചത്, അല്ലെങ്കിൽ ഷെയ്പ്സ് ഒക്കെ ഏതായിരുന്നു എന്നും കൂടി പറയാം. ഫസ്റ്റിന് ഞാൻ എൻ്റെ കാവിങ് തുടങ്ങിയത് നമ്മൾ നല്ല സ്പേസുള്ള വാട്ടർമെലണിലാണ്. അതിൽ നല്ല സ്പേസ് ഉണ്ട്. എനിക്ക് എന്ത് കോരി വരച്ചിൻ്റെ ഒരു ഭാഗം വരച്ച് കഴിഞ്ഞിട്ട് ഞാനത് ഞാൻ പറഞ്ഞാൽ എവിടെയും പോയി പഠിക്കാത്തതുകൊണ്ട് എൻ്റെതായ ഒരു ഇതല്ലേ വരുന്നത്. ഒരു ഭാഗം ചെയ്യും നോക്കുമ്പോൾ വളരെ എനിക്ക് തന്നെ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതിൽ അങ്ങനെ തുടങ്ങി. കാർവിംഗ് നൈഫിൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ സാധാ ഷാർപ്പുള്ള നൈഫ് നമ്മളിവിടെ എല്ലാം നാട്ടിൽ എവിടെ നോക്കിയിട്ടും എനിക്ക് അത്ര അങ്ങോട്ട് പെർഫെക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ദുബായിൽ പോയ സമയത്ത് അവിടെ നിന്ന് നോക്കി. പക്ഷെ എനിക്ക് എന്നാലും അത് സാറ്റിസ്ഫൈ. ഇപ്പം മോളിതാ കഴിഞ്ഞ വർഷം ജർമ്മനിയിൽ നിന്നൊരു നൈഫ് സെറ്റ് കൊണ്ടു തന്നു. ഓൺലൈനെല്ലാം ഉണ്ട് കേട്ടോ, പക്ഷെ ഞാനതിലേക്കൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം മോളെ എനിക്ക് പ്രസൻറ്റ് ചെയ്തത് ഇത്തവണ ഈ കാവിങ് സെറ്റാണ്. അതിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ കാവിങ് സെറ്റായിട്ട് ഓൺലൈനിൽ വാങ്ങിച്ചിട്ട് ചെയ്യാൻ പറ്റുമല്ലേ? തീർച്ചയായിട്ടും അത് ചെയ്യാം. പിന്നെ നമ്മൾക്ക് എന്തിനും വളരെ ക്ഷമയോട് കൂടിയിട്ട് നമുക്കത് ചെയ്യാൻ, ഏതൊരു ഡിസൈൻ ആണെങ്കിലും നമ്മളത് മനസ്സിൽ കരുതുന്നു, അത് തീർച്ചയായിട്ടും അതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് സക്സസ് ആവും. ഇപ്പൊ തണ്ണിമത്തന്റെ കാര്യം പറയുമ്പോൾ അതിൽ ഏത് ഷേപ്പാണ് ഇങ്ങനെ കർവ് ചെയ്തെടുത്ത്? ഫസ്റ്റ് ബാസ്ക്കറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഹാഫ് പോർഷനിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് അതിനൊരു ഹാൻഡിൽ ഉള്ളത് പോലെ നമുക്ക് ഡിസൈൻ ചെയ്യാം. ഈസിയാണ്. കാരണം അത് നമുക്ക് ഡിസൈൻ ചെയ്യാൻ ഈസി എന്ന് പറയാൻ കാരണം ബാസ്ക്കറ്റിന്റെ ഹാൻഡിൽ ഭാഗം മാത്രം നമ്മൾ കാർവ് ചെയ്ത് വെച്ചാൽ മതി. ബാക്കി അത് ബാസ്ക്കറ്റിന്റെ പോർഷനായിട്ട് അവിടെ ഇരിക്കും. അപ്പം അത് ചെയ്യാൻ ഈസിയാണ്. അതിനെ ഞാൻ ഡെവലപ്പാക്കി ബാസ്ക്കറ്റിന്റെ മോൾഡ് ഡിസൈൻ ചെയ്യുന്നത് തുടങ്ങി. അതൊക്കെ പിന്നെ കുറച്ച് ഡെവലപ്പ് ആയതിന് ശേഷമാണ് കേട്ടോ. കാരണം ഫസ്റ്റ് ഞാൻ ചെയ്തത് ഈ ബാസ്ക്കറ്റ്. ആ ഹാൻഡിൽ വെക്കുന്ന സമയത്ത് സിക്സാഗ് ചെയ്തിട്ട് അത് അത് നമ്മളൊരു ബോയിൽഡ് എഗ് ആണെങ്കിൽ അത് ചെയ്യാൻ സൗകര്യമാണ്. ഇതെല്ലാം മൈന്യൂട്ടായിട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയം അത് എടുക്കുന്നേ ഉള്ളൂ. അതൊക്കെ ആർക്കും ചെയ്യാവും തന്നെ, ക്ഷമ വേണം. ആപ്പിളിലും നമ്മൾ ബോൾ ടൊമാറ്റോ ഉണ്ട്. അതിന് നമുക്ക് സ്വാനിന് ചെയ്യാൻ പറ്റും. ഇണയരയന്നങ്ങൾ അത് ആപ്പിളിൽ കാർവ് ചെയ്ത് അതിൻ്റെ ബീക്കെല്ലാം തന്നെ ആപ്പിൾ കൊണ്ട് തന്നെ ചെയ്യുന്നു. പിന്നെ ക്യാരറ്റിൽ കുരുവി അത് നന്നായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ലെറ്റ്യൂസ് ലീഫ് ഉണ്ടല്ലോ, അതിൽ ഇതുപോലെ തന്നെ സ്വാൻ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. കാരണം അതിൻ്റെ വിങ്സ് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് ഫോട്ടോസിലെല്ലാം അത് ഹൈലൈറ്റ് ആകുമ്പോൾ അത് നമുക്ക് പ്രത്യേക ഒരു വരുന്നത്. പിന്നെ ഇങ്ങനത്തെ കാര്യത്തിൽ നമ്മളെ താല്പര്യമാണ് ഫസ്റ്റ് വേണ്ടത്. അല്ല നമ്മളൊരാളെ നിർബന്ധത്തിനോ അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് എഫേർട്ട് എടുത്ത് ചെയ്യുന്ന സമയത്ത് നമുക്കതിന് പെർഫെക്ഷൻ കുറവായിരിക്കും. അതുകൊണ്ട് എന്ത് കാര്യം നമ്മുടെ താല്പര്യം ആത്മാർത്ഥത എല്ലാം ചേർത്തിണക്കിക്കൊണ്ട് വന്നെങ്കിലാണ് ഇതിന് ഒരു വിജയം വരുന്നുള്ളൂ എന്നുള്ളത് പറയുന്നു. ധാരാളം വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടല്ലോ. അതെ അതെ. അപ്പൊ അങ്ങനെ പോയിട്ടുള്ള ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള വർക്ക്ഷോപ്പിനെ കുറിച്ച് പറയാമോ? വർക്ക്ഷോപ്പിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാം സന്തോഷം തരുന്നത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങളാണെങ്കിലും ഡിഫറെൻ്റ് ആർട്ട് സെൻറ്ററിൽ പോയിട്ടുള്ളത് അത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണത്. കാരണം അവിടെ കുട്ടികൾക്ക് ഓരോ കാര്യത്തിലും അവർ കാണിക്കുന്ന ആ ഒരു താല്പര്യം അല്ലെങ്കിൽ അവരുടെ കഴിവ് അത് ഞാനിപ്പോൾ ഈ ഒരു കാർവിംഗ് വർക്ക്ഷോപ്പിലും അത് കണ്ടു. കാരണം അവർ ഒരു ക്യാരറ്റിൻ്റെ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് വളരെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ സ്നേഹം, ആത്മാർത്ഥമായി ആ സ്നേഹം വന്ന്, എൻ്റെ പേര് മിനിയാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മക്കൾ മിനി ആൻറ്റി എന്ന് പറഞ്ഞിട്ട് വന്ന് ഹഗ് ചെയ്യുന്നു. അത് പിന്നെ അവരുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് എന്താണ് താല്പര്യം, ഏതാണ് താല്പര്യം പറയാൻ അവർക്ക് ക്യാരറ്റിനെ കൊണ്ട് ഫ്ലവറാണ് ഉണ്ടാക്കണ്ടെങ്കിൽ അത് എടുത്ത് കാണിച്ചു തരുന്നു. അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട് അവർ. നമ്മളിങ്ങനെ പോയി പറഞ്ഞു കൊടുക്കുന്നു, അതിനുശേഷം ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു സ്നേഹം അല്ലേ? അതെ, തീർച്ചയായിട്ടും. അത് ആ പ്രസന്റ് മൊമെന്റ് തന്നെ എനിക്ക് ആ മക്കളുടെ സ്നേഹം അല്ലെങ്കിൽ അതെല്ലാം കിട്ടി. എല്ലാ സ്ഥലത്തും നല്ല നല്ല അനുഭവങ്ങളാണെങ്കിലും ഇതൊരു പ്രത്യേക അനുഭവം തന്നെ എടുത്തു പറയേണ്ടത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ പല വഴി സഞ്ചരിച്ച് പല കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനിയും ഒരുപാട് ദൂരം ഇതുപോലെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അതിൽ ഏറ്റവും എനിക്ക് തോന്നുന്നു എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയും കാത്തു നിൽക്കണ്ട. നമ്മൾക്ക് ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങ് തുടങ്ങുക. പിന്നാലെ ആളുകൾ എല്ലാവരും വരും. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം. ഫ്രൂട്ട് കാർവിംഗ് മുതൽ പുസ്തകരചന വരെ മിനി മനോജുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് കൂട്ടുകാരിയിൽ ഇതുവരെ കേട്ടത്. കൂട്ടുകാരി.